ഓൺലൈൻ വഴിയുള്ള പണമിടപാടുകൾ വർദ്ധിച്ചതോടെ സൈബർ തട്ടിപ്പുകാർ ആളുകളെ വെട്ടിലാക്കുന്ന പുതിയ തന്ത്രങ്ങളുമായി നമുക്കിടയിലുണ്ട്. നമ്മുടെ വിവരങ്ങൾ നാം അറിയാതെ ചോർത്തിയെടുക്കുകയും പണമിടപാടുകൾ നടത്തുകയും ഒടുവിൽ ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്ന പല തട്ടിപ്പുകാരെ പറ്റി നാം കേട്ടിട്ടുണ്ട്. ഒരു മുഖ്യധാര ദൃശ്യമാധ്യമ ചാനലിൽ വന്ന വാർത്തയാണ് ഇത്. വാർത്തയിൽ പറയുന്നതനുസരിച്ച് പിൻ നമ്പർ ഉപയോഗിക്കാതെ തന്നെ ബാങ്ക് അക്കൗണ്ടിലെ പണം തട്ടിയെടുക്കുന്ന രീതിയാണ് ഇതെന്ന് പറയുന്നു. മിക്ക ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും ചില UPI ആപ്പുകളും ടാപ്പ് ആൻഡ് പേ ഫീച്ചർ നൽകുന്നുണ്ട്. സൈബർ തട്ടിപ്പുകാർ ഈ ടാപ്പ് ആൻഡ് പേ സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുവാൻ ഇറങ്ങിയിരിക്കുന്നുവെന്നും അങ്ങനെ നിരവധി ആളുകളുടെ അക്കൗണ്ടിലെ പണം അപഹരിച്ചെടുക്കുന്നുണ്ടെന്നും വാർത്തയിൽ പറയുന്നു. ഉപഭോക്താക്കൾക്ക് കാർഡ് സ്വൈപ്പ് ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് പിൻ നമ്പർ അടിക്കാതെ തന്നെ പേയ്മെന്റുകൾ നടത്തുവാൻ കഴിയുന്ന രീതിയാണ് ടാപ്പ് ആൻഡ് പേ. അതിനായി ബാങ്കിംഗ് ആപ്പ് ഉപയോഗിച്ചാണ് ടാപ്പ് ആൻഡ് പേ എനേബിൾ ചെയ്യുന്നത്. ഇപ്പോൾ ബാങ്കുകൾ നൽകുന്ന പല കാർഡുകളിലും NFC അല്ലെങ്കിൽ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇൻബിൽട്ട് ആയി വരുന്നുണ്ട്. ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് പണം തട്ടിയെടുക്കുവാനായി സൈബർ തട്ടിപ്പുകാർ സ്വൈപ്പിംഗ് മെഷീൻ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് സെയിൽ POS മെഷീനുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇവർ ആളുകളുടെ പോക്കറ്റിലോ ബാഗിലോ ഒക്കെ ഈ മെഷീൻ കൊണ്ട് തൊടുന്നു. ടാപ്പ് ആൻഡ് പേ സെറ്റിംഗ് ഉള്ള കാർഡ് ഉള്ളവരുടെ പോക്കറ്റിലോ പേഴ്സിലോ തൊടുമ്പോൾ അത് ഈ മെഷീൻ സ്കാൻ ചെയ്യുകയും ഉപകരണം ഈ കാർഡിലെ പണം മുഴുവനും വലിച്ചെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് കാർഡ് ഉപയോഗിക്കുവാൻ എടുക്കുമ്പോൾ ആയിരിക്കും അക്കൗണ്ട് കാലിയായ വിവരം ഉടമ അറിയുന്നതെന്നും വാർത്തയിൽ പറയുന്നു. എന്നാൽ ഈ വാർത്ത വാസ്തവവിരുദ്ധമാണ്. പോക്കറ്റിൽ അല്ലെങ്കിൽ പേഴ്സിൽ കിടക്കുന്ന കാർഡിൽ നിന്നോ ഫോണിൽ നിന്നോ POS മെഷീൻ ഉപയോഗിച്ച് ടാപ്പ് ചെയ്താൽ അത് റീഡ് ആകുകയില്ല. സമ്പർക്കമില്ലാതെ പണമിടപാട് നടത്താനുള്ള ടെക്നോളജിയാണ് നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എങ്കിലും അതിന് നിരവധി സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. POS മെഷീന്റെ 4 സെന്റിമീറ്ററിന് ഉള്ളിൽ മാത്രമേ ഈ NFC വർക്ക് ആവുകയുള്ളൂ. 1-2 സെക്കൻഡ് നേരം മെഷീനോട് ചേർന്ന് കാർഡ് വെച്ചെങ്കിൽ മാത്രമേ അത് സ്കാൻ ആവുകയുള്ളൂ. ഒരു പോക്കറ്റിൽ അല്ലെങ്കിൽ ബാഗിൽ കിടക്കുന്ന കാർഡ് ഒരിക്കലും സ്കാൻ ആവുകയില്ല. അതുമാത്രമല്ല NFC ഫീച്ചർ എനേബിൾ ചെയ്തിട്ടുള്ള കാർഡുകൾക്ക് പിൻ കൂടാതെ ചെയ്യാവുന്ന ട്രാൻസാക്ഷന് എപ്പോഴും ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടും ഉണ്ടാവും. അതുകൊണ്ട് ഈ ഫീച്ചർ ഉപയോഗിച്ച് അക്കൗണ്ടിലെ പണം മുഴുവനും വലിച്ചെടുക്കുവാൻ കഴിയില്ല. NFC എനേബിൾ ചെയ്തിട്ടുള്ള ഗൂഗിൾ പേ അല്ലെങ്കിൽ ആപ്പിൾ പേയിൽ സ്മാർട്ട് ഫോണിന്റെ ഹോം സ്ക്രീൻ പിൻ പാറ്റേൺ അല്ലെങ്കിൽ ഫേസ് റെക്കഗ്നീഷൻ ചെയ്ത് ഓൺ ചെയ്തെങ്കിൽ മാത്രമേ പേയ്മെന്റ് നടക്കുകയുള്ളൂ. പോക്കറ്റിനുള്ളിൽ ഫോൺ ലോക്കായി ഇരിക്കുകയാണെങ്കിൽ പേയ്മെന്റ് ആപ്പ് ഓൺ ആവുകയില്ല. പോക്കറ്റിൽ അല്ലെങ്കിൽ ബാഗിലോ പേഴ്സിലോ ഇരിക്കുന്ന കാർഡിന് ഒരു ഫാബ്രിക് ലെയറിന്റെ കവറും വരുന്നുണ്ട്. ഈ ഒരു ഫാബ്രിക്കിന്റെ തടസ്സമുണ്ടെങ്കിൽ പോലും NFC സിഗ്നൽ ലഭിക്കുകയില്ല. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ പേയ്മെന്റ് ഡിവൈസുകളിൽ നൽകിയിരിക്കുമ്പോൾ തന്നെ അതിന് ഒരുപാട് സുരക്ഷാ ഫീച്ചറുകളുണ്ട്. വാർത്തയിൽ പറയുന്നത് പോലെ സൈബർ തട്ടിപ്പുകാർ POS മെഷീനുമായി നടന്നാൽ ആളുകളുടെ പോക്കറ്റിലോ ബാഗിലോ ഇരിക്കുന്ന കാർഡ് അല്ലെങ്കിൽ പേയ്മെന്റ് ആപ്പ് സ്കാൻ ചെയ്ത് കണ്ടെത്തുവാൻ കഴിയില്ല. എങ്കിൽ തന്നെയും പരമാവധി സുരക്ഷിതമായി നിങ്ങളുടെ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകളും കാർഡുകളും ഉപയോഗിക്കുക. NFC-യുടെ ലിമിറ്റ് പരമാവധി കുറച്ചു മാത്രം സെറ്റ് ചെയ്യുക. UPI ലൈറ്റ് പോലുള്ള സേവനം ഉപയോഗിക്കുമ്പോൾ ചെറിയ എമൗണ്ട് മാത്രം ടോപ്പ് അപ്പ് ചെയ്യുക. നിങ്ങളുടെ പണം ഏതെങ്കിലും തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടുവെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഇടപാടുകൾ ബ്ലോക്ക് ചെയ്യുക. സൈബർ സുരക്ഷയ്ക്കായി സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന സഞ്ചാർ സാധി ആപ്പിൽ പരാതി സമർപ്പിച്ചാൽ നിങ്ങൾക്ക് വേണ്ട സഹായം ലഭിക്കുന്നതാണ്. ഈ അറിവ് പ്രയോജനപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.